എന്തൊരു കഷ്ടം. നേരം വെളുത്തപ്പം തൊട്ട് ഇവിടെ വന്ന് നിൽക്കും. ഒരു മെനക്കെട്ട് നിൽക്കുന്നല്ല, അതൊരു മനുഷ്യന്റെ ഒരു ഉത്തരവാദിത്തം. ഒരു ഡയറക്ടർക്ക് ഒരു വിലയില്ലാത്ത കാലവും. ലൈറ്റ്സ് ഓൺ, ക്യാമറ കട്ടോണ്ട് പോയി. എന്റെ ദൈവമേ, ആരാ ക്യാമറ? അതെ, ഇവിടെ ഭയങ്കര റേഞ്ചില്ല, ബഹളമാണ്. നടക്കല്ലേ എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വേലെടുക്കാതെ നമ്മുടെ പൈസ കളയാനായിട്ട്. അതെ, ഹലോ മിസ്റ്റർ, തന്നോട് ഇത് എത്ര പ്രാവശ്യം പറയണം? മലയാളത്തിലല്ലേ ഞാൻ സംസാരിക്കുന്നത്. 7:30 PM. അതെ, 7:30 എന്ന് പറഞ്ഞാൽ ഒരു തിഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഞാൻ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ്. എത്ര പ്രാവശ്യം പറഞ്ഞു കേട്ടോ? അതെ, 7:30 തന്നെ കാർട്ടൂൺ ചാനലിൽ മിക്കി മൗസ്, ഡൊണാൾഡൊക്കെ ഉണ്ടാവും. നമുക്ക് ചിരിച്ചിരിച്ച് ആവാം. പിന്നെ അതെ, സ്റ്റേറ്റ്സിലായിരുന്നല്ലോടാ കുറച്ച് ദിവസം, വരാൻ പറ്റിയില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഒരു മരണം നടന്നിട്ട് കരക്കാർ പറഞ്ഞറിയേണ്ട ഒരു ഗതിയായിപ്പോയി. അതെ, പിന്നെ മരിച്ചു. ഞാനിവിടെ വന്നപ്പോഴറിയുന്നത് അതിൻ്റെ ഒരു ബാക്കിയുള്ള കർമ്മങ്ങൾ വീട്ടുകാരൊന്നും ഏറ്റെടുത്തുമില്ല, ശ്രദ്ധിച്ചുമില്ല, നടത്തിയില്ല. പിന്നെ ഞാനായിട്ട് മുൻകൈ എടുത്തിപ്പോൾ നടന്നു. ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു. അടിയന്തരത്തിനുള്ള സെറ്റപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ 16-ാം തീയതി നീയും വരണം. ഓക്കെ സാർ, ആരാ മരിച്ചത്? വീട്ടിലെ പട്ടിയെത്തുപോയി. അതിന്റെ പുറകെ നടക്കുകയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അതിനാണല്ലേ അടിയന്തരം നടത്തിയത്. പിന്നെ കാലത്തെ ഭക്ഷണം കഴിച്ചോ? പിന്നെ കഴിച്ചു. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു. കാപ്പി കുടി കഴിച്ചു. രാത്രിത്തേക്കുള്ളത് പാഴ്സൽ പറഞ്ഞു വെച്ചു. ഇവിടെ നടന്മാരെടുക്കുന്ന കാര്യം എന്തായി? പിന്നെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമല്ലേ? റെഡി ആയിട്ടേ ഉള്ളൂ, അല്ലാതെ ആള് റെഡി ആയിട്ടില്ല. ആളാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അന്നേരം ഇന്റർവ്യൂ നടക്കും. നിനക്കോ പണിയില്ല? പണിയില്ലാത്ത നിനക്കൊരു അസിസ്റ്റന്റിനെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവനെവിടെ? അവനകത്തുണ്ടോന്ന്? ഓടിവാടാ മോനെ. അസിസ്റ്റന്റ് വന്നു. സാർ, നീ അവിടെ എന്തെടുക്കായിരുന്നു? ഞാൻ അകത്തുണ്ടായിരുന്നു സാർ. അകത്ത് എന്തെടുക്കായിരുന്നു? ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു. അയ്യോ, ഇവന് ഫുഡ് കഴിച്ചോണ്ടിരിക്കായിരുന്നല്ലേ? രണ്ടുപേരും കൊള്ളാം കേട്ടോ. എങ്ങനെ? പിന്നെ ഇവിടെ എവിടെയാ നല്ല ബേക്കറി ഉള്ള അടുത്ത്? ഉണ്ടോ? നമുക്കൊരു 9 കൂട്ടം പലഹാരം വേണം. എന്തിനാ സാർ 9 കൂട്ടം പലഹാരം? ഇവന്റെ വയറ് കാണാൻ പോവാനാ. ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുക. ഇവനെയൊന്നും വെച്ച് ഷൂട്ട് ചെയ്യരുത് കേട്ടോ. അസിസ്റ്റന്റ് ആണ്. ഏത് അസിസ്റ്റന്റിനെ വെച്ചാലും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുക. എനിക്ക് നിൽക്കാൻ സമയമില്ല, പോയേക്കുവാ. ഇതേ വീട്ടിലെ ടിവിയുടെ റിമോട്ടാ. ഇത് കൊടുത്തില്ലെങ്കിൽ വിഷയം ഉണ്ടാവും. റിമോട്ടോ? അയ്യോ അസിസ്റ്റന്റ്, നമ്മൾ ഷൂട്ട് ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ആ സ്ക്രിപ്റ്റിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ വേണം. സ്ക്രിപ്റ്റ് എനിക്കിത് വായിച്ചു നോക്കണം. ആ സ്ക്രിപ്റ്റിംഗ് തന്നെ. ഓക്കെ സാർ, നമ്മുടെ ഭീകര കഥ എടുക്കാം. പിന്നെ നമ്മളൊരു ഹൊറർ ചിത്രമാണ് ചെയ്യാൻ പോണത്. ചിത്രം? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കട്ടെ. താൻ അകത്ത് പോയി അകത്തെ കാര്യങ്ങളൊക്കെ റെഡിയാണോ? അകത്ത് പോയിരിക്കാൻ. അത് തന്നെ. പാർവതി തമ്പുരാട്ടിക്ക് അറിയാമായിരുന്നു അതൊരു പ്രേതബാധയുള്ള വീടാണെന്ന്. ദൈവമേ, അവർ ഭയവിഹുലയായി വീടിന്റെ മുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയായിരുന്നു. കുതിരക്കുളമ്പടി ശബ്ദം അകന്നകന്ന് പോകുന്നു. പെട്ടെന്ന് അവർ പുറത്തേക്ക് തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് ഒരു തണുത്ത കൈപ്പത്തി വന്ന് അവരുടെ ദേഹത്തേക്ക് പേടിപ്പിക്കാൻ വന്നതാണ്. സാറും എന്നെ പേടിപ്പിച്ചില്ലോ? അത് ശരി. ആരാ? മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. അയ്യോ, ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നാണ്. ഓ, താനാണ് ഈ അഭിനയത്തിന്റെ ആള്? അതെ അതെ. അപ്പൊ ഞാനാണ് ഈ ഡയറക്ഷന്റെ ഒക്കെ ആള്. ഓ, അത് ശരി. അപ്പൊ തനിക്ക് ഈ സിനിമയിൽ അഭിനയിച്ച് മുൻപരിചയം എന്തെങ്കിലും ഉണ്ടോ? സാർ, ഞാൻ സിനിമയിലൊന്നും അഭിനയിച്ചില്ല. പക്ഷെ ഞാൻ ബാലയിൽ അഭിനയിക്കും. ബാലയിൽ അഭിനയിക്കും? എന്റെ ദൈവമേ, ബാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ജീവനാണ് കേട്ടോ. എന്റെ ചെറുപ്പത്തിൽ എല്ലാ ഉത്സവ പറമ്പിലും പോയി എല്ലാ ബാലയും ഞാൻ കാണാറുണ്ട്. ആണല്ലേ? അപ്പൊ എന്റെ സിനിമയിൽ തനിക്കൊരു റോൾ തന്നാൽ താൻ അത് എന്ത് ചെയ്യും? ഞാൻ അത് ഉരുട്ടിക്കൊണ്ട് കിടക്കും. ഉരുട്ടുന്ന റോളിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ തനിക്കൊരു അവസരം തന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചത്. ഞാൻ ശരിക്കും അഭിനയിക്കും. ശരിക്കും അഭിനയിക്കും? അതെ. ഓക്കെ. അപ്പൊ എന്റെ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭാവാഭിനയമുള്ള ഒരു സിനിമയാണ്. അതെ. അപ്പൊ തനിക്ക് ഞാൻ തരാൻ പോകുന്ന അവസരം എനിക്ക് റെഡിയാക്കി എടുക്കണമെങ്കിൽ താൻ നന്നായിട്ട് പണ്ട് ബാലയിൽ അഭിനയിച്ച ഭാഗം ഒന്ന് അഭിനയിച്ച് കാണിക്കണം. അഭിനയിച്ച് കാണിക്കണം. സാറ് ഡേഗോല് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാം. എന്ത് പറയാ? സാറ് ഡേഗോല് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാം. എടോ, ഡയഗോലല്ല, പിന്നെ ഡയലോഗ്. ഓക്കെ. ഞാൻ പറയുന്ന ഡയലോഗ് ശ്രദ്ധിച്ച് കേട്ടോണം. താൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന തന്റെ സുഹൃത്ത് തന്റെ പെങ്ങളെ ഗർഭിണിയാക്കുകയാണ്. ജോസേട്ടനായിരിക്കും. ജോസേട്ടനോ? ഏത് ജോസേട്ടൻ? ഞങ്ങളുടെ ഇലക്കത്തുള്ള ജോസേട്ടൻ. ഇത് നമ്മൾ സാങ്കല്പിക കഥാപാത്രമാണ്. അപ്പൊ താൻ ആ സുഹൃത്തിനോട് ദേഷ്യത്തോടു കൂടി പറയുകയാണ്, നിന്നെ വിശ്വസിച്ച് എന്റെ പെങ്ങളെ നീ ഗർഭിണിയാക്കി, അല്ലടാ ദുഷ്ട. ഇതൊന്ന് അഭിനയിച്ച് കാണിക്കണം. അത് തന്നെ. സാറേ, ഒരു പ്രശ്നമുണ്ട്. എന്താ? ഈ സിനിമയിലൊക്കെ സംവിധായകർ പറയുന്ന ഒരു സാധനമില്ലേ? എന്ത് സാധനം? ആഷ്കൻ. ഓ, ആഷ്കൻ അല്ല, ആക്ഷൻ. അതെ. അപ്പൊ ഞാൻ ആക്ഷൻ പറഞ്ഞാൽ തന്നെ അഭിനയിച്ച് കാണിക്കല്ലോ? അഭിനയിച്ച് കാണിക്കും. ഓക്കെ, റെഡിയാണല്ലോ? റെഡിയാണ്. ഓക്കെ, മറന്നു. ആക്ഷൻ. നിന്നെ വിശ്വസിച്ച് എന്നെ നീ ഗർഭിണിയാക്കി, ഇല്ലടാ. ഇതാണോ തന്നോട് പറയാൻ പറഞ്ഞ ഡയലോഗ്? പിന്നെ ഇതിലെ സാർ പറഞ്ഞ ഡയലോഗ്. ഒരു കാര്യം ചെയ്ത് താൻ ആ ഡയലോഗ് പറയണ്ട. പിന്നെ വേറെ വളരെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭാവാഭിനയമുള്ള ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. വേറെ കൊല്ലുണ്ടോ? ഉണ്ട്. താൻ തന്റെ ഭാര്യയുമായിട്ട് ഇങ്ങനെ പ്രസവത്തിനായിട്ട് കാറിൽ പോവുകയാണ്. എന്റെ പൊന്നു സാർ, ഒരു സംശയം ചോദിച്ചില്ലേ? എന്താ? ഇതിൽ കംപ്ലീറ്റ് പ്രസവമുള്ളോ? നമ്മൾ പറഞ്ഞില്ല, ഇത് സാങ്കല്പികമാണ്. ഓ, സാങ്കല്പികം. അത് തന്നെ. താൻ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരുത്തൻ കാറിന്റെ മുന്നിലേക്ക് ചാടി വീഴുകയാണ്. താൻ ഇറങ്ങിച്ചെന്ന് അയാളോട് ദേഷ്യത്തോടു കൂടി പറയണം. എന്ത് പറയണം? എന്റെ ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴാണോടാ നിന്റെ വെല്ലുവിളി. ഓക്കെ സാറേ. ഇതൊന്ന് അഭിനയിച്ച് കാണിക്കോ? അഭിനയിച്ച് കാണിക്കും. നല്ല ദേഷ്യം വേണം സാർ. മറ്റേ സാധനം പറഞ്ഞാൽ മതി. എന്ത് സാധനം? ആഷ്കൻ. ആഷ്കൻ അല്ല, ആക്ഷൻ. ഓക്കെ, ആക്ഷൻ.
എന്നെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴാണ് നിന്റെ ഈ വേലിവിളി. അയ്യേ, താൻ ഡയലോഗ് പറയണ്ട. പിന്നെ വേറെ അതെ, കൊണ്ടോ? വേറെ ഒരു കോലും ഇല്ല. തനിക്ക് ഇവിടെ അഭിനയിക്കാൻ ചാൻസ് ഇല്ല, തനിക്ക് പോവാം. അതെന്താ? അതെന്താന്ന് വെച്ചാൽ എന്റെ സിനിമയിൽ 3 കഥാപാത്രങ്ങൾ വേണം. എന്റെ പൊന്നു സാറേ, ഞാൻ ഒറ്റയ്ക്കല്ല വന്നേ. പിന്നെ എന്റെ കൂടെ എന്റെ 2 കൂട്ടുകാരുണ്ട്. താൻ ഒറ്റയ്ക്കല്ലേ അവർക്ക് വന്നത്? നന്നായിട്ട് അഭിനയിക്കും. എന്റെ ദൈവമേ, അപ്പൊ താൻ അറിഞ്ഞു വന്നതാണ് നിങ്ങൾ 3 പേര്. അതെ. അപ്പൊ ഈ 3 പേരെന്ന് പറഞ്ഞാൽ 3 പേർക്ക് അഭിനയിക്കാൻ പറ്റിയ ഒരു കഥയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ആയിക്കോട്ടെ. അപ്പൊ എന്റെ കഥ പറയണമെങ്കിൽ അവർ 2 പേരെ കൂടെ അകത്തേക്ക് വിളിക്കണം. ആ, പുഷ്കരാ, പുഷ്പരാ. തരികിടതും 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 തദിന ദിനക ദിന തദിന ദിനക ദിന ഇപ്പൊ ഇവരാണ്. തരികിടതും മതി, 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 മതി. തരികിടതും 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 മതി 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 മതി, സമ്മതിച്ചു. തരികിടതും. ഓക്കെ ഓക്കെ ഓക്കെ, സമ്മതിച്ചു. അപ്പൊ ഇവരാണ് പുഷ്കരനും പുഷ്പരനും. അതെ അപ്പൊ എന്റെ കഥയിൽ അഭിനയിക്കാൻ ഇവർ പ്രാപ്തരാണല്ലേ? അതെ. അപ്പൊ ഞാൻ നല്ലൊരു കഥ പറയാം. ഈ കഥയ്ക്ക് അഭിനയിച്ച് വേണം നിങ്ങൾ അഭിനയിക്കാൻ. ഓക്കെ അല്ലേ? അപ്പം എന്റെ കഥ എന്നിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. അതായത് എന്റെ കഥയിൽ 3 കഥാപാത്രങ്ങളാണുള്ളത്. ഒരു അമ്മ, ഒരു മകൻ, ഒരു ഡോക്ടർ. ഒരു സംശയിച്ചിട്ടുണ്ടേ. എന്താ? ആര് അമ്മയായിട്ട് അഭിനയിക്കും? അമ്മ നീയാകും. അത് എന്നെ പറ്റില്ല. ഞാൻ അത് വെച്ച് കെട്ടണം, ഇത് വെച്ച് കെട്ടണം, പിന്നെ എന്തെല്ലാം പണിയുണ്ട് എനിക്ക്? നീ ഒന്നും വെച്ച് കെട്ടണ, നീയാണ് അമ്മ. അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഓക്കെ അമ്മ. നീ അമ്മ അങ്ങ് ആയാ മതി. ഞാൻ സമ്മതിച്ചു. അത് വെച്ച് കെട്ടണം, ഇത് വെച്ച് അപ്പൊ ഞാൻ ഈ കഥ പറഞ്ഞോട്ടെ. മകൻ 10ാം ക്ലാസ് തോറ്റിട്ട് അമ്മയോട് വന്ന് പറയാണ്, അമ്മേ ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റുപോയി. അപ്പോൾ അമ്മ മകനോട് പറയാണ്, മോനെ നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ 10ാം ക്ലാസ്സിൽ ജയിച്ചു കാണുക എന്നുള്ളത്. അപ്പൊ മകൻ പറയാണ്, അമ്മേ എന്റെ നെഞ്ചുവേദന എടുക്കുന്നു. അപ്പൊ അമ്മ മകനോട് പറയാണ്, മോനെ സാരമില്ല, നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം. 2 പേരും കൂടെ ഡോക്ടറെ അടുക്ക് ചെല്ലുന്നു. അമ്മ ഡോക്ടറോട് പറയുന്നു, ഡോക്ടർ എൻ്റെ മകന് വല്ലാത്ത ചങ്കുവേദന എടുക്കുന്നു. ഡോക്ടർ മകന്റെ കൈ പിടിച്ച് നോക്കിയിട്ട് പറയാണ്, ഓ മൈ ഗോഡ്, നിങ്ങളുടെ മകൻ അധികം കാലം ജീവിച്ചിരിക്കില്ല. അത്ര അഭിനയിച്ചാ പോരെ? വണ്ടൗട്ട്. ആര് ഡോക്ടറാവും? ഡോക്ടർ നിനക്ക് വിദ്യാഭ്യാസം കൊടുക്കാണ്ട് ഡോക്ടർ ആയിക്കോ. ഞാൻ നിന്റെ ഊശാന്താടി കൊണ്ട് വിചാരിച്ചു ഞാൻ കൊന്നു. ഓക്കെ, ഞാൻ തന്നെ ഡോക്ടർ. ഞാൻ മകൻ. ഡോക്ടർ, മകൻ, അമ്മ. അപ്പൊ എന്റെ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സിനിമയ്ക്കകത്ത് നല്ല ഭാവാഭിനയം വേണം. എന്താ പാവമായിട്ടൊന്നും അഭിനയിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഡോക്ടർമാരും മകനും ഒക്കെ അങ്ങനെയായിട്ട് അഭിനയിക്കുന്നത്. ഭാവാഭിനയം എന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. എക്സ്പ്രഷൻ പിന്നെ അപ്പൊ ശരി, റെഡിയാണല്ലോ? ഓക്കെ, ഞാൻ ആക്ഷൻ പറഞ്ഞോട്ടെ? പിന്നെ സാർ പറഞ്ഞു. ഓക്കെ ആണല്ലോ? സ്റ്റാർട്ട് ക്യാമറ റെഡി, ആക്ഷൻ. തരികിടതും. അമ്മേ എന്താ മോനെ? ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റമ്മേ. സാരമില്ല മോനെ, നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ 10ാം ക്ലാസ്സിൽ ജയിക്കാന്നുള്ളത്. അമ്മേ എന്താ? എനിക്ക് വല്ലാത്ത ചങ്കുവേദന. സാരമില്ല മോനെ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. ഡോക്ടർ എന്താ? എന്റെ മോന് ഭയങ്കര ശങ്കുവേദന. സാരമില്ല, ഞാൻ നോക്കാം. ഓ മൈ ഗോഡ്, നിങ്ങളുടെ മകൻ ഇനി അധികകാലം ജീവിച്ചിരിക്കില്ല. തീർന്നോ? ഇതാണോ ഭാവാഭിനയം? ഭാവം അഭിനയം ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് ഭാവം അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. എടോ, ഇതിനൊന്നും അല്ല ഭാവാഭിനയം എന്ന് പറയുന്നത്. പിന്നെ? എടോ, എന്റെ സിനിമയിലെ ഭാവാഭിനയം എന്ന് പറഞ്ഞാൽ എന്റെ സിനിമയ്ക്കകത്ത് കോമഡി വേണം. എന്താ കോമഡി വേണം? എടാ, കോടമി വേണം. കോടമി അല്ല, കോടതി. എടാ, കോമഡി. കോമഡി. എന്റെ സിനിമയ്ക്കകത്ത് കോമഡി വേണം, ഫീലിങ്സ് വേണം, നല്ല ആക്ഷൻ വേണം. ഓ അങ്ങനെ. അതായത് എന്തെങ്കിലും ഒരു ഫീലിങ്സ് വേണമെന്നാണ് ഞങ്ങൾ പറഞ്ഞു വന്നത്. ഫീലിങ്സ് വേണം. Okay. എന്റെ പൊന്ന് സാറേ, സാറിന് വേണ്ട എന്നാ വെച്ചാൽ ഇങ്ങോട്ട് പറ, ഞങ്ങൾ അങ്ങോട്ട് തരാം. എന്റെ സിനിമയ്ക്കകത്ത് നല്ല ഫീലിങ്സോട് കൂടി ഫീലിങ്സ്. ഓക്കെ, അപ്പൊ ഫീലിങ്സ് ഇട്ട് അഭിനയിച്ചാൽ മതി. അഭിനയിക്കണം. ഫീലിങ്സ് മറക്കല്ലേ കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ക്യാമറ റെഡി, ആക്ഷൻ. തരികിടതും. അമ്മേ, ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റമ്മേ. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ 10ാം ക്ലാസ്സിൽ ജയിക്കുക എന്നുള്ളത്. അമ്മേ, എനിക്ക് വല്ലാത്ത ചങ്കുവേദനയാ. അയ്യോ, നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാം. ഡോക്ടർ, എന്താ? എന്റെ കുഞ്ഞിന് ഭയങ്കര ചങ്കുവേദന ഡോക്ടർ. സാരമില്ല, ഞാൻ നോക്കാം. എന്താ? നിങ്ങളുടെ മകനിനി അധികം കാലം ജീവിച്ചിരിക്കില്ല. ഇതാണോ ഫീലിങ്സ്? ഡോക്ടറോട് ഫീൽ ചെയ്യാൻ ആര് പറഞ്ഞു? ഒരു കാര്യം പറഞ്ഞേക്കാം, ഫീലിങ്സ് വേണം, അത് വേണം, ഇത് വേണം, ഏതെങ്കിലും ഒന്ന് പറയണം കേട്ടോ. ഇവിടെ ഓരോ കഥാപാത്രങ്ങൾക്ക് ഓരോ ഫീലിങ്സ് ഉണ്ട്, പറഞ്ഞ മനസ്സിലായില്ലേ? എന്റെ പൊന്ന് സാറേ, ഡോക്ടറിനും ഫീലിങ്സ് വന്ന ഒരുപോലെ തന്നെയല്ലേ? ഇവിടെ ഡോക്ടർ ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഓരോ കഥാപാത്രങ്ങളെ അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ, പറഞ്ഞ മനസ്സിലായി? ഇപ്പൊ എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചില കഥാപാത്രങ്ങൾ കോമഡി ആയിരിക്കും,
കോമഡി കോമഡി നേരത്തെ പറഞ്ഞ സാധനം കോമഡി ആ അത് തന്നെ റെഡിയാണല്ലോ Comedy ആക്കാം. പിന്നെ കോമഡി അഭിനയിക്കാൻ എനിക്ക് മുഹമ്മദിയ. അപ്പൊ അല്പസ്വല്പം കോമഡി ഒക്കെ ചേർത്ത് ഒന്ന് ചെയ്ത് കാണിക്കാം. ഞങ്ങളുടെ കാര്യം ഓക്കെ, അവിടുത്തെ കാര്യം നമുക്കറിയാമല്ലോ. നമ്മൾ കോമഡി ഓക്കെ, നമ്മുടെ ഓക്കെ. ഓക്കെ സ്റ്റാർട്ട് ക്യാമറ റെഡി ആക്ഷൻ. തിരക്കെടുത്തോം. അമ്മേ ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റമ്മേ. ഏറ്റവും വലിയ ആഗ്രഹമല്ല ഈ 10ാം ക്ലാസ് ജയിക്കാന്നുള്ളത്. അമ്മേ എന്താ എനിക്ക് വല്ലാത്ത ചക്ക. നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം. വാ. ഡോക്ടർ 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 എന്താ എന്റെ കുഞ്ഞിന് ഭയങ്കര ചങ്കുവേദന. ഞാൻ നോക്കാൻ സാറില്ല. എന്റെ ദൈവം, നിങ്ങളുടെ മകനിൽ അധികാലം ജീവിച്ചിരിക്കില്ല. നിർത്താൻ. എടോ ഇതാണോ കോമഡി? എടോ ആസ്ഥാനത്ത് കോമഡി പറയാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? കോമഡി പറയണ്ടോ? എടോ പരീക്ഷയെ തോറ്റ കാര്യം ചങ്കുവേദന എടുക്കുന്ന കാര്യം കോമഡിയിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. കോമഡി എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ കോമഡി ഞങ്ങളുടെ ഉള്ളൂ. പടം പിടിക്കുന്ന താൻ ഇവരെ പഠിപ്പിക്കുകയാണോ? കുറച്ചു നേരമായി പുറത്തുനിന്ന് കേട്ടോണ്ടിരിക്കുന്നു. മക്കളെ കാലൊന്നും പിടിക്കണ്ട. ഞാൻ ചെറിയ നിസ്സാര ടെക്നിക്ക് പറഞ്ഞുതരാം. അഭിനയിക്കുമ്പോൾ മുഖത്ത് എക്സ്പ്രസ് വരണം. എന്ത് വേണം? എക്സ്പ്രസ്. ഇവരോടെല്ലാം പറ എക്സ്പ്രസ് ഇട്ട് കളിക്കാൻ. കേട്ടല്ലോ, ഞാൻ പുറത്തെടുത്ത് വാച്ച് ചെയ്യുന്നുണ്ട്. എക്സ്പ്രസ് ഉണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഫിക്സ് ചെയ്യും. ഓക്കെ. പിന്നെ നാളെ രാവിലത്തേക്കുള്ള ഫുഡ് ചായക്കട പറഞ്ഞതായിട്ട് അറിഞ്ഞു. Okay, thank you. Okay, okay. എക്സ്പ്രസ് പോരെ. മതി, എക്സ്പ്രസ് വേണം. അപ്പം അദ്ദേഹം ഓക്കെ, നിന്റെ കാര്യം പറയാൻ പറ്റത്തില്ല. പറഞ്ഞ കേട്ടില്ലേ, എക്സ്പ്രസ് വേണം. എക്സ്പ്രസിന് അപ്പൊ എന്റെ സിനിമയിലെ കോമഡി ഫീലിങ്സ് മാത്രമല്ലുള്ളത്, എന്റെ സിനിമയ്ക്കകത്ത് നല്ല ആക്ഷൻ വേണം. ആക്ഷൻ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഏകലവ്യം വിജയിച്ചത് എന്തുകൊണ്ടാ? ആക്ഷൻ ആക്ഷൻ. ഭരചന്ദ്രൻ IPS വിജയിച്ചത് എന്തുകൊണ്ടാ? ആക്ഷൻ. ഇങ്ങനെ നല്ല ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ സിനിമ വിജയിക്കത്തുള്ളൂ. ഇപ്പൊ ആക്ഷൻ അഭിനയിച്ചാ മതി. അത്രേ ഉള്ളൂ. ഇനി വേറെ ഒന്നും പറഞ്ഞേക്കാം. മാറ്റില്ല. അപ്പൊ ആക്ഷൻ അഭിനയിച്ചാ ആക്ഷൻ. റെഡിയാണ്. ആക്ഷൻ. ഓക്കെ ഓക്കെ സ്റ്റാർട്ട് ക്യാമറ റെഡി ആക്ഷൻ. അമ്മേ, എന്താ? ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റമ്മേ. സാരമില്ല മോനെ, നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ 10ാം ക്ലാസ് ജയിക്കുക എന്നുള്ളത്. അമ്മേ, എന്താ? എനിക്ക് വല്ലാത്ത ചങ്കുവേദന. സാരമില്ല മോനെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോവാം. ഡോക്ടർ, എന്താ? എന്റെ കുഞ്ഞിന് ഭയങ്കര ചങ്കുവേദന. സാരമില്ല, ഞാൻ നോക്കാം. നോക്കാം. ഓ മൈ ഗോഡ്, നിങ്ങളുടെ മകന് നീ അധികകാലം ജീവിച്ചിരിക്കില്ല. ജസ്റ്റ് ഡിസംബർ ദാറ്റ്. ഇതാണോ ഷിറ്റ്? എടോ ഇതാണോ ആക്ഷൻ? ആക്ഷൻ എങ്ങനെയല്ല പിന്നെ നിങ്ങളെല്ലാവരും സുരേഷ് ഗോപി. എന്റെ പൊന്ന് പെൺ പർവ്വതമേ, അങ്ങോട്ട് മാറി നിൽക്ക്. ഇത് എന്നാ കാണിക്കാനാടാ? നീ എനിക്ക് കാല് പിടിച്ചാൽ നിന്നെ കൊന്നു കളഞ്ഞാൽ. മന്തിയും പിടിക്കണ്ട, തൊട്ട് പോരുത്. എന്നാ കാണിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഷൂട്ടിംഗ് ഒക്കെ വല്ലതും നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. കാലത്തെ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. വൈകിട്ടത്തെ കാപ്പി കുടിച്ചോ? കഴിച്ചു. ഗുളിക കഴിച്ചോ? കഴിച്ചില്ല. കഴിച്ചില്ല. ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രാന്താശുപത്രി കിടന്ന് നിങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനോ കല്യാണ വീടോ KSRTC സ്റ്റാൻഡോ എന്ത് വേണമെങ്കിലും കളിച്ചോ. പക്ഷെ നേരത്തും കാലത്തും ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് കഴിച്ചില്ല? മറന്നുപോയി. ഷോക്ക് അടിക്കണോ നിന്നെ? നീ വേണ്ട. ഷോക്ക് അടിച്ചാലും നീ നന്നാവുള്ളോ? ചെങ്ങല കിടണോ നിന്നെ? വേണ്ട. പോയി നിന്റെ സെല്ലിൽ കയറി കിടക്കടാ. ഒരു നിമിഷം. മൂത്രം ഒഴിക്കണോ നിനക്ക്? ഒരു കാര്യത്തിനാ. പോയി സെല്ലിൽ കയറി കിടക്കടാ. ഒറ്റ പ്രാവശ്യം. എന്നാ പറ. ഒരു ചെറിയ കാര്യം. എന്താ? പിന്നെ നിങ്ങളൊക്കെ ഇങ്ങ് വന്നേ. അവനെ ഒരു 5-6 വർഷം മുമ്പ് ഇവിടെ മുഴു ഭ്രാന്തായിട്ട് കൊണ്ടാക്കിയതാ. ചികിത്സിച്ചാൽ മാറാത്ത ഭ്രാന്ത അവന്. നിങ്ങൾക്ക് അങ്ങനൊന്നുമില്ല. 1-2 ദിവസത്തെയോ 1 മാസത്തെയോ 6 മാസത്തെയോ ചികിത്സ കൊണ്ട് മാറുന്ന ഭ്രാന്ത് നിങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്നും വെറുതെ അവനുമായിട്ട് അധികം കൂട്ടുകൂടണ്ട. പിന്നെ അമ്മക്കൊരു കാര്യം ചെയ്യാം. ഡോക്ടർ വരുന്നതിന് മുമ്പ് ഈ കോട്ടൊക്കെ ഊരി വെച്ചിട്ട് നമുക്ക് നമ്മുടെ സെല്ലിൽ പോയി കിടക്കാം. അല്ലേലേ അവിടെ വേറെ വല്ലവരും കയറി കിടക്കും. പോകരുതെന്ന് പറഞ്ഞല്ലോ. ഓണപ്പരീക്ഷ അല്ല, വല്ലതും വരുന്നത് പഠിക്കാൻ.
എന്നാ അപ്പുറത്തെ വീട്ടിൽ പോയി ഇച്ചിരി നേരം കളിച്ചിട്ട് വന്ന് ഇത് പഠിച്ചോണം. പഠിച്ചോളാം. എന്നാ ചെല്ലി. പോണ വട്ടിയോടുന്നു. എന്റെ ദൈവമേ, ഇങ്ങനൊരു സാധനം. എന്താടാ കളിക്കാൻ പോയിട്ട് ഇങ്ങ് ഓടി പോരുന്നേ? ഞാൻ അപ്പുറത്തോട്ട് കളിക്കാൻ നിർത്തപ്പോഴേ അവരെന്നെ എടുത്തിട്ട് പെരുമാറി. ആരൊക്കെയാടാ നിന്നെ പെരുമാറിയത്? ഒരു 10-16 പേരുണ്ടായിരുന്നു, എണ്ണാൻ പറ്റിയില്ല. എന്നാലും ഇടിച്ചവനെ നിനക്കറിയാവോ? കറക്റ്റ് ആയിട്ട് അറിയാം. എങ്ങനെ അറിയാം? അവന്റെ ചെവി എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. എന്റെ ദൈവമേ, ഇവൻ എന്നെ നാട്ടുകാരെ കൊണ്ട് കൈ വെപ്പിക്കുന്നതോ? ഒന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാമചന്ദ്രൻ വീട്ടിൽ കളിക്കാൻ പോരും, അവർ ഏഷണിയാണ്, കുശുമ്പാണ്, ഏഷണിയാന്നൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെ എന്തിനാ അങ്ങോട്ട് പോയത്? ചേച്ചി അപ്പച്ചനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞു അപ്പച്ചനെ കുറിച്ച്? ചേച്ചി പറയണേ, അപ്പച്ചനെ പറ്റി പറയണേ. ആ പട്ടി കണ്ണുകൊല്ല, കണ്ണു കുത്തിപ്പൊടിച്ചോളെന്നൊക്കെ പറഞ്ഞു. എടാ പോയി കളിടാ. ഞാൻ ഇവിടെ കളിച്ചോളാം. എടാ പോയി പഠിക്കാനാ. ഞാൻ ഇവിടെ കളിച്ചോളാം. പോടാ. അങ്ങനെ മിടുക്കൻ ഒരു പടി. ഒയ്യോ, ഇങ്ങനെ ഒരു സാധനം ഒന്നേ ഉണക്കില്ല, ഞാൻ ഭൂലോകം ഇളക്കുമല്ലേ. എൻ്റെ മോക്കൊരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞിട്ട് കാലം കുറയായി. ആ ബ്രോക്കറെ കാണാനുമില്ല, നോ ഫലം. പട്ടിയുണ്ടോ? ഉണ്ടെങ്കി ഇപ്പൊ എന്നാ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. വരുവാ. ആരാ? ഞാനാ ബ്രോ. ബ്രായോ? ബ്രായല്ല ബ്രോ. ബ്രായ ആണെങ്കിലും ബ്രോ ആണെങ്കിലും കേറി വാ. ഞാനാ ബ്രോ. ബ്രോ, ഇവിടെ തന്നോട് എൻ്റെ മോക്കൊരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി? കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് പയ്യനെവിടെ? അവൻ വാതുക്കെ നിൽക്കുമല്ലേ? അതെന്നെ പയ്യൻ വാതിക്കെ തന്നെ നിൽക്കുന്നേ? അവൻ പ്രൈവറ്റ് ബസ്സിലെ കിളി, ആളാ വാതുക്കെ നിൽക്കുന്നത്. ഓഹോ, എന്നാ ഡബിൾ ബിൽ അടിച്ച് കേറ്റി വിട്, പയ്യനെ ഒന്ന് കാണട്ടെ. മോനെ ഊഷ്മാണ്ടാ. ഇതന്നെ ഒരു കൂളിംഗ് ക്ലാസ് നടന്നു വരുന്നേ. ഇവിടെ ആരും ഇല്ല. ഇതിന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് കണ്ട നമ്മൾ പെണ്ണിന്റെ വീട്ടിൽ നിൽക്കാം. ഇതിലെ പെണ്ണിന്റെ അച്ഛൻ. അച്ഛനാണല്ലേ? മോനാണല്ലേ? അതെ. പവർ കട്ടു നേരത്തു പെറ്റതാണോ നിന്നെ? കരിയോയി മുങ്ങി കുളിച്ചതാണോ? ഒരറിവില്ല. ചേട്ടാ, ഇതാരുടെ ഹനുമാന്റെ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കും? ഹനുമാന്റെ ഫോട്ടോ ഇതാ, പെണ്ണിന്റെ അച്ഛന്റെ ഫോട്ടോ ഇരിക്കുന്നത്. പയ്യനിപ്പോ എന്തോ പറഞ്ഞല്ലോ. പയ്യൻ പറയുമായിരുന്നു ഈ ഫോട്ടോ അങ്ങ് അടിപൊളിയാന്ന് പറയുമായിരുന്നു. ആണല്ലേ? അതെ, ഞാൻ ആർമിയിലായിരുന്നപ്പോ എടുത്ത ഫോട്ടോയാ. എന്നാ? ഞാനേ അങ്ങ് ആർമിയിലായിരുന്നപ്പോ എടുത്ത ഫോട്ടോയാ. പിന്നെ ഞങ്ങൾ 7 മീൻ എടുക്കാഞ്ഞേ? പയ്യനെന്നെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ സംസാരിക്കരുത്, മനസ്സിലായോ? ഇവിടെ വരാനാ പറഞ്ഞത്. ഇല്ല, വരത്തില്ല. എടാ ഇവിടെ വരാൻ. വരത്തില്ല. വരച്ച വര വരാൻ. എന്നാ വരയ്ക്ക്. വരച്ചു കണ്ടോ? ചെറുക്കൻ വന്ന സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ പെണ്ണിനെ കൂടെ കൊണ്ട് വിളിക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അങ്ങ് പോകാമായിരുന്നു. ഓക്കെ ഓക്കെ. മോളെ മോളെ എടി ഒന്നെങ്കി വന്നേ. ഞാൻ വരുവാ. ദേ നിന്നെ പെണ്ണുകാണാൻ ഒരു ചെറുക്കൻ വന്നിരിക്കും, ഇങ്ങോട്ട് വാ. ഞാൻ വരുവാ. അച്ഛൻ എന്നെ വിളിച്ചോ? വിളിച്ച്. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ അപ്പുറത്തെ രമേശിന്റെ കൂടെ രമേശന്റെ അല്ല രമേശ് ചേച്ചിയുടെ പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛൻ വിളിച്ചത്. അതെ, അച്ഛൻ മോളെ ഒരു പ്രത്യേക കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. എന്തിനാ നിന്നെ വിളിച്ചത്? പെണ്ണ് കാണാൻ ഒരു ചെറുക്കൻ മതി, നോക്കിക്കേ. ചെറുക്കനോ? ഇത് അങ്ങോട്ട് നോക്ക്, കണ്ണൂർന്ന് നോക്ക്, കാണാം. അയ്യോ അച്ഛൻ, എനിക്ക് കാണാൻ പറ്റണില്ല. നോക്കാൻ സൂക്ഷിച്ച്. എനിക്ക് കാണാൻ പറ്റണില്ല. എടാ നീ ഒന്ന് ചിരിച്ചു കാണിക്ക, നിന്നെ കാണത്തില്ലെന്ന്. ചിരിക്കണോ? എന്റെ ദൈവമേ, ത്രയംബകം ബില്ലടിക്കാൻ വന്ന അർജുനനെ പോലുള്ള ഇയാൾ എനിക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടമായി. ദൈവമേ. ഓളത്ത് കയറി കളിക്കുന്ന കൊന്നുകളും തന്നെ ഞാൻ കേട്ടോ. അഹങ്കാരി ബ്രോക്കർ ഈ പയ്യൻ എന്തോ ഇപ്പൊ കാണിച്ചേ? അതെ, പയ്യനെ പണ്ട് ബാല ട്രൂപ്പിലായിരുന്നു. എന്ത് കാണിച്ചാലും ഉദാഹരണ സഹിതേ കാണിക്കത്തുള്ളൂ. അല്ല ഇപ്പൊ എന്തുവാ കാണിച്ചത്? ഇപ്പോഴേ അവൻ അർജുനന്റെ വില്ല് കൊലച്ചതാ. ആണല്ലേ? ഓ, എന്റെ മോൾ അങ്ങ് പേടിച്ചു പോയി. അയ്യോ, പേടിച്ചു പോകാൻ അവളങ്ങ് കൊച്ചു കുട്ടിയല്ലേ. ഒരു കാര്യം, ചെറുക്കനും പെണ്ണും വന്ന സ്ഥിതിക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും. പഴയ കാലമല്ല ഇപ്പോഴത്തെ കാലം. നമുക്ക് അകത്ത് വേവിലോ കോഴിയോ താറാവോ മട്ടണോ ചിക്കനോ കഴിക്കാം. അപ്പൊ അകത്തോട്ട് പോകാം. ചെടുത്തിയേ മോളെ ചെറുക്കാ, ഇങ്ങോട്ട് വന്നേ. രണ്ടുപേരും അങ്ങോട്ട് സംസാരിക്കാം. അങ്ങോട്ട് സംസാരിക്കും. അവരുണ്ട് സംസാരിക്കും. താരത്തിന് ഇവിടെ ഞാൻ വേണ്ടല്ലേ? നിങ്ങൾ സംസാരിക്കാം. പെണ്ണേ. അയ്യോ, എന്നതാ വിളിച്ചേ? പെണ്ണേ. എന്നോ?
പെണ്ണിന്റെ പേരെന്താ? എന്റെ പേര് ആനിന്നാ. ആണിയോ? ആണിയല്ല, ആനി. അയ്യോ, ഇതിന് ആനപ്പാപ്പാനായിരുന്നു. കുറച്ചാൾ അങ്ങനെയും പോയി. ശ്ശോ, ഞാൻ പേടിച്ചു പോയി. അപ്പൊ ഞാന് എന്തോ? ലേശം കൂടി ചേർന്ന് നിൽക്കാവോ? അയ്യോ, എന്തിനാ? സ്വല്പം കൂടി നീങ്ങി നിൽക്കാവോ? ശ്ശോ, എന്തിനാ? ഓ, ഇങ്ങോട്ട് വന്നേ. ശ്ശോ, എന്തിനാന്ന് പറ. ഓ, ഇങ്ങോട്ട് വാ. അങ്ങനെ വരഞ്ഞിങ്ങോട്ട് എനിക്ക് ഭയങ്കര പേടിയാ. പിന്നെ അനി എന്തോ? അനി എത്ര വരെ പഠിച്ചു? ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചു. ഈ ഒരുപാട് പഠിച്ചല്ലോ. പിന്നെ ഞാൻ തുറന്ന് പഠിക്കാഞ്ഞേ? തുറന്നോ? അല്ല, അപ്പൊ തുടർന്ന് പഠിക്കാഞ്ഞേ? അയ്യോ, കരപ്പനായിരുന്നു. എവിടെ? കാലില്. കാണിച്ച കാണിച്ചേ. ലേശം കൂടി കാണട്ടെ. സ്വല്പം കൂടി കാണട്ടെ. ലേശം കൂടി അങ്ങോട്ട് കാണിക്ക്. അവിടെ വന്നപ്പോ എന്റെ കരപ്പൻ അങ്ങ് പോയി. നന്നായി. അപ്പൊ ഞാൻ എന്തോ? ലേശം കൂടി ഇങ്ങോട്ട് ചേർന്നിപ്പോ. ശ്ശോ, എന്തിനാ? ഇങ്ങോട്ട് നീങ്ങി നിന്നേ. ശ്ശോ, എന്തിനാന്ന് പറ. ഒരു കാര്യം പറയാനാ. ശ്ശോ, എന്തിനാന്ന് പറ. ഓ, ഇങ്ങോട്ട് വാ. അങ്ങനൊന്നും പറഞ്ഞു കേട്ടോ. ഞങ്ങളുടെ അമ്മ എന്നെ വഴക്കുറഞ്ഞു. എനിക്ക് ഭയങ്കര ചമ്മല. അപ്പൊ എന്തോ? ഞാനൊരു കാര്യം ചോദിച്ചാ ആരോടെങ്കിലും പറയുമോ? ഇല്ല. പറയത്തില്ലല്ലോ. പറയത്തില്ല. പറയട്ടെ. പറഞ്ഞോ. പിന്നെ 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 ഞാനൊന്ന് സൊട്ടോട്ടെ. അയ്യോ, എന്നതാ ചോദിച്ചേ? ഞാനൊന്ന് സൊട്ടോട്ടെ. തൊട്ടോ? തൊടാനോ? തൊടട്ടെ. അച്ഛനും അമ്മ വരുന്നതിനപ്പോ വേഗം തൊട. തൊടും. തൊടാനല്ലേ തൊടാൻ പറഞ്ഞത്? പോവാണേ. തൊട്ടോ? തൊടട്ടെ. തൊട്ടോ? ഇത് ഞാൻ വലിയ ഫോഞ്ചാണോ? ഫോഞ്ചല്ല, ഇസ്പോഞ്ച്. ഏ, ചെറുക്കാ. എന്നെ ചെറുക്കി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പെട്ടെന്ന് ചോദിക്കേ. ചോദിക്കട്ടെ? ആരെങ്കിലും വരുന്നതിന് മുമ്പ് ചോദിക്കേ. ഞാനൊന്ന് തൊട്ടോട്ടെ? അയ്യോ, ഇതെന്നെ ചോദ്യമാണ്. തൊടുക, കെട്ടിപ്പിടിക്കുക, എന്ത് വേണം ചെയ്തു. പക്ഷെ ഉമ്മ മാത്രം വെക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ തൊടും. തൊട്. ഞാൻ തൊടാൻ പോവാ. പെട്ടെന്ന് ഞാൻ തൊടും. തൊട്. ഞാൻ ഇപ്പൊ തൊടും. അയ്യോ, ഞാൻ തൊട്ടില്ല, ഞാൻ തൊട്ടില്ല, ഞാൻ തൊട്ടില്ല, ഞാൻ തൊട്ടില്ല. തൊട്ടില്ലേ? തൊട്ടില്ല. എന്റെ ദൈവം, തൊടുവാറിന് എന്തായി തീർന്നേനെ. ഇപ്പൊ ഞാൻ എന്തോ? ലേശം ഇങ്ങോട്ട് നീങ്ങി. അയ്യോ, എന്തിനാ? സ്വല്പം ഇങ്ങോട്ട് നീങ്ങി. ശ്ശോ, എന്തിനാന്ന് പറ. ഒരു കാര്യം പറയട്ടെ. ശ്ശോ, എന്തിനാന്ന് ഓ, പറ. ഇങ്ങോട്ട് വാ. അവിടെ നിന്നാ മതി. ഇങ്ങോട്ട് മാറിക്കും. ഇവിടെ മാറിക്കും. അവിടെ നിന്നാണ്. ഇങ്ങോട്ട് മാറിക്കും. എന്താടാ കാണിച്ചത്? എന്താണ് നീ കാണിച്ചത്? അത് പിന്നെ വീട്ടിൽ നിന്ന് വന്നപ്പോ അച്ഛനും അമ്മയും പറഞ്ഞു. അച്ഛനും അമ്മ എന്തോന്ന് പറഞ്ഞു? പെണ്ണിന്റെ ചുറ്റുപാടൊക്കെ നോക്കിക്കൊണ്ട് വരണം. എടാ, ചുറ്റുപാടെന്ന് പറഞ്ഞാൽ വീടിന്റെ പരിസരം നോക്കാനാ പറഞ്ഞ, മനസ്സിലായോ? ആണോ? ചുറ്റുപാട് പറഞ്ഞു. അതൊക്കെ പോട്ടെ. പെണ്ണും ചെറുക്കനും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മക്കിത് അങ്ങ് ഉറപ്പിക്കാൻ പറട്ടെ. എന്താ? നിങ്ങൾ ഈ ചെറുക്കൻ എന്തുണ്ട് ആസ്തി? ആഹാ, അത്രയുണ്ടോ? ചെറുക്കൻ്റെ ആസ്തിയല്ലേ ഈ കാണുന്ന മുഴുവൻ. അയ്യോ, അതല്ലേ ചോദിച്ചു. ചെറുക്കന് ചുറ്റുപാടൊക്കെ ഉണ്ടെന്ന്. ചുറ്റുപാടിന്റെ കാര്യത്തെ കുറിച്ചൊന്നും പറയണ്ട. അതെന്നാ ചുറ്റുപാടില്ലേ? ചുറ്റുപാടുണ്ട്. 50 ഏക്കർ തെങ്ങിൻ തോപ്പിലെ തേങ്ങ മുഴുവൻ മതി. സ്വന്തമായിട്ട് വെട്ടാനുള്ളൊരു വെട്ടുകത്തി ചെറുക്കനുണ്ട്. പിന്നെ 10 പറ കണ്ടത്തിലെ നെല്ല് മുഴുവൻ കൊയ്ത് മെതിച്ചോണ്ട് എങ്ങോട്ടാ കൊണ്ടുപോന്നെ? എങ്ങോട്ടാ? ചെറുക്കൻ്റെ വീടിന്റെ മുറ്റത്തൂടെ അപ്പുറത്തെ വീട്ടിലേക്കാണ് കൊണ്ടുപോന്നെ. പിന്നെ നിങ്ങളുടെ പെണ്ണിന് കഞ്ഞുകൂടി മുട്ടുകയല്ല. അതായത് ചെറുക്കൻ്റെ വീടിന്റെ വാതിൽക്ക് വലിയൊരു പ്ലാവ് നിൽപ്പുണ്ട്. പ്ലാവിലോട്ട് കയറുക, പ്ലാവിലൊടിക്കുക, കഞ്ഞൂരി കുടിക്കുക, പ്ലാവിലൊടിക്കുക, പ്ലാവിലൊടിക്കുക, കഞ്ഞൂരിക്കുക, പ്ലാവിലൊടിക്കുക, കഞ്ഞൂരി. പിന്നെ 2 വണ്ടിയും 2 പമ്പും. ഓ, വെട്ടു. എനിക്കൊരു ചടാക്ക് വണ്ടിയുണ്ട്. വൈകുന്നേരം വെള്ളം അടിക്കാൻ റോഡിലോട്ട് പോകുമ്പോൾ ആവശ്യത്തിന് പെട്രോൾ ചെറുക്കിന്റെ പമ്പ് അടിച്ചോണ്ട് പോകാമല്ലോ. അയ്യോ, പെട്രോൾ അടിക്കുന്ന പമ്പിന്റെ കാര്യമല്ല പറഞ്ഞേ. പിന്നെ സൈക്കിളിലെ കാറ്റടിക്കുന്ന പമ്പിന്റെ കാര്യമാണ് പറഞ്ഞേ. 2 വണ്ടി എന്ന് പറഞ്ഞതോ? വണ്ടി എന്ന് പറഞ്ഞാൽ സൈക്കിളില്ലേ? അതൊക്കെ പോട്ടെ. നിങ്ങളുടെ പെണ്ണിന് എന്ത് കൊടുക്കും നിങ്ങൾ? എനിക്കുള്ളത് കംപ്ലീറ്റും പെണ്ണിനാ. വൃത്തിയോട് പറയല്ലേ. അതല്ല ചോദിച്ചത്. സ്ത്രീധനമായിട്ട് കൊടുക്കും. ക്യാഷ് 1 ലക്ഷം രൂപ ഞാൻ പെണ്ണിന് കൊടുക്കും. 1 ലക്ഷം രൂപ? അതെ, കൊടുക്കും. 1 ലക്ഷം രൂപ കിട്ടുമെന്ന് മനസ്സിലായോ? ഈ കല്യാണം നടക്കത്തില്ല. കല്യാണം നടക്കില്ല. എന്താ ഈ കാര്യം? കല്യാണം നടക്കത്തില്ല. നടക്കാൻ കാര്യം എന്താ പറ? എന്നെ പോലെ ഒരു മണവണാഞ്ചൻ ചെറുക്കിന് 1 ലക്ഷം രൂപ തരണമെങ്കിൽ ഈ പെണ്ണിന് എന്തോ ഫൂൾട്ട് ഉണ്ട്. അല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അതെ, പെണ്ണിന് എന്തോ ഫൂൾട്ട് ഉണ്ടെന്നാ ചെറുക്കൻ പറഞ്ഞത്. ഫൂൾട്ട് ഉണ്ട്. ഇല്ല, ഒരു കുഴപ്പമില്ലെന്ന്. എന്തെങ്കിലും ഫൂൾട്ട് കാണും. സാമാന്യം വണ്ണമുള്ള ഒരു പെണ്ണാണല്ലോ.
ഇവളുടെ ഈ ശരീരമൊക്കെ ഇങ്ങനെ വണ്ണം വെച്ച പോലെ വണ്ണം വെച്ച ഇടത്തെ കാലിന്റെ മുട്ടിന് താഴ്വശം വെച്ചേ ഇതിങ്ങനെയൊക്കെ വണ്ണം വെച്ച പോലെ ഇതിങ്ങനെയൊക്കെ വണ്ണം വെച്ച പോലെ നീര് പോലത്തെ മന്ത് അല്ലേ? മണ്ടല്ല പിന്നെ? ഇങ്ങനെ വണ്ണം വെച്ച പോലെ മുട്ടിന് താഴെയൊക്കെ ഇങ്ങനെ വണ്ണം വെച്ച് ഇങ്ങനെ പോട്ടെ, വന്നത് നീര് പോലത്തെ മന്ത്. ഈ മന്ത് പോലൊക്കെ അല്ലേ ഇരിക്കുന്നത്? അത് തന്നെയാണ് ഈ മന്ത് കേട്ടാ. ഈ ഒരു കാലം മന്തുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. അല്ല, അതെ. നിങ്ങൾ കാലടുപ്പിച്ച് വെച്ച് 2 കാലം മന്തുണ്ടെങ്കിൽ എനിക്ക് 2 ലക്ഷം രൂപ തരാൻ പാടില്ല. ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞു കേട്ടോ. അവൻ അങ്ങനെ പലതും പറയും കേട്ടോ. അന്ന് എനിക്ക് അവന്റെ അച്ഛനുമായിട്ട് ഇടപാട്, എനിക്ക് ഇച്ചിരി കാശ് കിട്ടുന്ന പരിപാടിയാണ്. നമുക്ക് ഇത് ഉറപ്പിക്കാം. ഈ വരുന്ന 9 തീയതി അല്ല, കുംഭം 9 തീയതി നമുക്ക് ഉറപ്പിച്ചേക്കാം. അത് ഒന്നും മോൻ്റെ അച്ഛൻ, ഇത് വേറെ ബ്രോക്കറാ. എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ ഇപ്പൊ? എടാ കുഞ്ഞെ, നിന്റെ ചേച്ചിയെ കെട്ടിക്കൊണ്ട് പോകാൻ വന്ന ചെറുക്കനാ നിൽക്കുന്നത്. ആ കൊണ്ടുപോകും. കൊണ്ടുപോകണം. ചേട്ടോ ചേട്ടോ, ചെറുക്കൻ എന്തോ കേസിന്റെ കാര്യം പറഞ്ഞല്ലോ. കൊച്ചു പയ്യൻ, അവനറിയാമല്ലോ. അല്ല, പറഞ്ഞായിരുന്നു കേസിന്റെ കാര്യം അവൻ പറഞ്ഞു കേസിന്റെ കാര്യം പറഞ്ഞു. പിള്ള മനസ്സിൽ കള്ളമില്ലാതെ പറഞ്ഞ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൻ പറയാണ്ടിരിക്കട്ടെ. തലോട് പറയണോ? അതെ, സ്പോൺസർ മുതുകാടാണ്. അതെ അതെ. അയ്യോ, സ്വാധീനം ഉണ്ടെങ്കിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കഴിവുള്ളവർ ഒരുപാട് പേര് വാതിലിന് പുറത്ത് കാത്തിരിക്കുകയല്ലേ. അവർ കയറി വരുമ്പോഴേ കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഒരിക്കൽ വിളിക്കൂ, ഇവിടെ ഇന്റർവ്യൂ നടക്കുകയാണ്. ഓക്കെടാ. ആ, ഇവിടെ ഈ ഗൾഫിനൊക്കെ കൊണ്ടുപോകുന്നേ. ഗൾഫിൽ കൊണ്ടുപോകുന്നത് ഇവിടെയാണ്, പക്ഷെ കഴിവ് വേണം. കഴിവ് വേണം. എന്റെ ഒരുപാടുണ്ട് സാറേ. നിനക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സമയമില്ല, പുറത്ത് ഒരുപാട് പേര് നിൽക്കുകയല്ലേ. പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് നിന്നെ കൊണ്ടുപോകണം. ആയിക്കോട്ടെ സാറേ, ഞാൻ എന്ത് ചെയ്യും? നീ എന്തും ചെയ്യും. നീ എന്തും ചെയ്യുന്ന പറഞ്ഞാൽ നീ എന്തും ചെയ്യും. എന്താ മിമിക്രി ചെയ്യാം? മിമിക്രിയിൽ നീ ചെയ്യും. മിമിക്രിയിൽ നീ എന്തും ചെയ്യും. എന്തും ചെയ്യും എന്നൊക്കെ പറയുന്ന കേട്ടതൊന്നും നീ യേശുദാസിനെ വരെ ചെയ്യുമെന്ന്. യേശുദാസിനെ ചെയ്യാം. യേശുദാസിനെ നീ ചെയ്യും. ഞാൻ ചെയ്യാം. അങ്ങനെയാണ് നീ ഒന്ന് ചെയ്ത് കേട്ട് നോക്കട്ടെ. സാറ് കേട്ടോ. ആ, യേശുദാസ് ഒക്കെ വെറൈറ്റിയാ, കുഴപ്പമില്ല. മലയാള സിനിമയിൽ ഞാനും ദേവരാജ മാഷും, ശരിക്കും ദേവരാജ മാഷെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗുരുവാണ് അദ്ദേഹം. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഈശ്വരൻ, ജഗദീശ്വരൻ്റെ കടാക്ഷത്തോടെ ആലപിച്ചൊരു ഗാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗുരുദേവ കീർത്തനാണ്. അതായത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഈശ്വരൻ, ജഗദീശ്വരൻ നമുക്കെല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട് സാറേ? അടിപൊളിയാണ്. നീ എടുക്കാൻ നിനക്ക് നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഇനി നീ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യോ? ഇതുപോലുള്ള എം ജി ശ്രീകുമാർ ചെയ്യാം. എം ജി ശ്രീകുമാർ പിന്നെ ഗായകൻ സരിഗമപദനിസയ്ക്കായിട്ട് എം ജി ശ്രീകുമാർ. ആ, എനിക്കറിയാം. എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. അതെ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. നീ അതൊക്കെ കേൾക്കട്ടെ. യേശുദാസിന് ഞാൻ 100 മാർക്കും തന്നു. എം ജി ശ്രീകുമാറിന് ഒരു 80 മേടിച്ചാൽ നിന്നെ കൊണ്ടുവന്ന കാര്യം ഞാൻ പരിഗണിക്കാം. 80 മേടിച്ചാൽ മതി. ഓക്കെ, എല്ലാവരും കൂടെ ഒത്ത് പിടിച്ചാലേ നമുക്ക് കൊണ്ടുപോരെ. എങ്ങനെ? മാന്യ പ്രേക്ഷകർക്ക് തരികിട മജലിസിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ മത്സരത്തിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ വലിയൊരു തുകയാണ്. ആ തുക കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണ് നിറയും. തുക എത്രയാണെന്നല്ലേ? 2000 rupees, 1,000 രൂപ. കൊള്ളാടാ. നീ മരുഭൂമി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കാണാൻ കിടക്കുന്നതേ ഉള്ളു കേട്ടോ. നല്ല കഴിവുണ്ട്. പോണം. അവസാനം എന്തോ 2000 കാര്യം പറഞ്ഞു തരാനുള്ളതാണോ? അല്ല, അവര് പറഞ്ഞത് അദ്ദേഹത്തിനാണ്. ഇനി മോൻ എന്താ മോനെ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത്? ഇനിയിപ്പോ വെറൈറ്റി ആയിട്ട് ഞാൻ ഈ ഡയറക്ടേഴ്സിനൊക്കെ ചെയ്യാം. ഡയറക്ടേഴ്സ്. ഞാൻ പണ്ട് ഒരു 5 തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിദ്ദിഖ് ലാലിനെയൊക്കെ ഞാനാണ് ഫസ്റ്റ് ട്രിപ്പ് കൊണ്ടുപോയത്. അവരെ കൊണ്ടുപോയി. അപ്പൊ അവരെന്തായാലും പറഞ്ഞായിരുന്നു. അവര് പറഞ്ഞോന്നോ? ഒരുപാട് കഴിഞ്ഞതും എന്നെ ഭിത്തി ചാരി നിർത്തിട്ട് കാശുതാടാ എന്ത്? അതല്ല, അവർ ഈ പ്രേക്ഷകരോടായിട്ട് എന്തെങ്കിലും പറഞ്ഞോന്നാ ചോദിച്ചേ. പേഴ്സണൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ സംസാരിക്കാൻ പറ്റില്ല, ഞാൻ പാമ്പായി പോയി. എന്നാൽ അവർ ഈ പ്രേക്ഷകരോട് വേദിയിൽ നിന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സിദ്ദിഖും ലാലും രണ്ടുപേരുടെ ശബ്ദം നീ കാണിക്കും. രണ്ടുപേരെ ശബ്ദം കേൾപ്പിക്കാം. എന്നാ രണ്ടുപേരും ആദ്യമായി സിദ്ദിഖ്. ഞാനും അൻസാറും കലാഭവൻ റഹ്മാനും വർഗീസേട്ടനുമൊക്കെ അന്ന് കലാഭവനിൽ മിമിക്രി കളിച്ചിരുന്ന ആ സമയത്ത് കേവലം 2 വർഷം മാത്രം മുൻപോട്ട് പോകും എന്ന് കരുതിയിരുന്ന ആ ഒരു സമയത്ത്
ഇന്നത് വളർന്ന് വലുതായി ഒരു വടവൃക്ഷമായി മാറിയിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരുടെയും പ്രാർത്ഥന നമുക്കുണ്ടാകും എന്നെനിക്കറിയാം. ഞാൻ മൈക്ക് ലാലിന് കൈമാറുന്നു. ലാല് കാണിക്കേ. സിദ്ദിഖ് പറഞ്ഞ പോലെ അന്ന് കലാഭവന്റെ മെമിക്രിന്ന് സിനിമാ ലോകത്തെത്തിയപ്പോൾ ഒടുങ്ങത്തെ ഗ്ലാമറായിപ്പോയി ഞങ്ങൾക്ക്. പിന്നീട് ഒരുപാട് സിനിമയും ചെയ്തു. നിങ്ങളെല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നും നിങ്ങളുടെ പ്രാർത്ഥനയും ഈ ഒടുക്കത്തെ ഗ്ലാമർ മാത്രമാണ് എനിക്ക് സിനിമയെ പിടിച്ചെടുക്കാനുള്ള മാർഗം. നന്ദി, നമസ്കാരം. കൊള്ളാടാ, നീ മെടുക്കനാ. അറിയല്ലേ? പണ്ടത്തെ ഇടി എന്റെ മനസ്സിൽ കൂടെ കയറി ഇറങ്ങി അങ്ങ് പോയി. അപ്പൊ നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്. അല്ല, ഇനി ഒരു സംഭവം ഉണ്ട്. അതായത് മധുവിന്റെ 2 ശബ്ദം കേൾപ്പിക്കാം. മധുവിധുവിന്റെയോ? മധുവിധുവല്ല, മധുസാറല്ലേ നമ്മുടെ. ആ, അത് 2 കേൾപ്പിക്കോ നീ? അത്ര വെറൈറ്റി ആയിട്ട് നീ മധുവിനെ കാണിക്കുവാണെങ്കിൽ ആ മധുവിനെ ഇറക്കി വിട്. മധുവിന് 2 വോയിസ് കേൾപ്പിക്കാം. 2 വോയിസ്, പഴയ മധുവും പുതിയ മധു. പഴയ മധു, പുതിയ മധു. എന്നാ പഴയ അതായത് രാമു കാര്യായിട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ എന്ന ചിത്രത്തിലെ പഴയ മധുവിൽ തുടങ്ങാം. ആ പഴയ മധു നോക്കട്ടെ. പഴയ മധു കേട്ടോ കേട്ടോ. കരുത്തമ്മ, എന്നോട് പിണക്കമാണോ കരുത്തമ്മ? കരുത്തമ്മ പോയാലും ഞാൻ ഈ കടപ്പുറത്ത് കൂടി പാടി പാടി നടക്കും. ഒരിക്കൽ ചങ്ക് പൊട്ടി ചത്തുപോകും കരുത്തമ്മ. കരുത്തമ്മ, നിങ്ങൾ വള്ളവും വലയും വാങ്ങിച്ചാൽ മീനല്ലേ എനിക്കല്ലേ കരുത്തമ്മ? കരുത്തമ്മ പോകാതെ കരുത്തമ്മ. ഇത് പഴയ മധു. പഴയ മധു. ഇനി പുതിയ മധു. ഇപ്പോഴത്തെ മധു അയ്യോ, കേട്ടോ. മണിമംഗലത്ത് മാധവമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്കെല്ലാം അറിയാം. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിന്റെ അച്ഛൻ കണ്ടംകൊളുത്തി കോരയടക്കം എല്ലാവരും വെടിയേറ്റ് മരിച്ചപ്പോൾ അദ്രമാനെ നിന്നെ കാത്തുസൂക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളടാ. അങ്ങനെയുള്ള എന്നെയാണ് കൊല്ലേണ്ടത്. എങ്കിൽ വെക്കടാ വെടി. നിന്റെ കൈ വിറയ്ക്കുന്നില്ലെങ്കിൽ വെക്കാൻ. അദ്രമാനെ, ഞാനൊരു തമാശ പറഞ്ഞല്ലേടാ. എങ്ങനെയാണ് സാറേ? നിന്നെ എനിക്ക് അങ്ങോട്ട് പേടിച്ചു കേട്ടോ. അതെ അല്ലേ? ഹലോ, കേട്ടില്ലേ? മധു കേട്ടില്ലേ? ചെറുക്കനെ കൊണ്ട് ഉണ്ട്. ഞാനിപ്പോൾ അന്വേഷിച്ചിട്ട് അവൻ്റെ ഒരു നല്ല ഫോട്ടോ മേടിച്ച് അങ്ങോട്ട് ഫാക്സ് ചെയ്തേക്കാം. ഓക്കെ മോനെ, നിന്റെ കാര്യമൊക്കെ ഏകദേശം 90% ഫിക്സ് ആയിട്ടുണ്ട്. ഓക്കെ ആയോ? എൻ്റെ ഒരാളുടെ ശ്രമം കൊണ്ട് നിന്റെ കാര്യം ഓക്കെയാണ്. പിന്നെ നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ബസ്സിലൊക്കെ കൊടുക്കുന്ന ഈ കൺസെഷൻ കാർഡല്ലേ? കൺസെഷൻ കാർഡല്ല, പാസ്പോർട്ട്. ഗൾഫിൽ പോണേ പാസ്പോർട്ട് വേണം. എസ് ടി കാർഡ്. അപ്പൊ ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ് അല്ലേ, ഗൾഫിൽ പരിപാടിക്ക് പോകാനായിട്ട്. മോനൊരു കാര്യം ചെയ്യ്, വീട്ടിൽ ചെന്ന് അമ്മയോടും അച്ഛനോടൊക്കെ പറഞ്ഞിട്ട് അല്ലെ കുപ്പിപ്പാലൊക്കെ കിട്ടും, മേടിച്ച് പാലൊക്കെ കുടിച്ച് കിടന്നു. കേട്ടാ, നീ നന്നായിട്ട് മിമിക്രി കാണിക്കുന്നുണ്ട്. നിനക്കൊരു പാസ്പോർട്ട് എടുത്ത് വെക്കാൻ പാടില്ലേ? ഇറങ്ങിപ്പോ ചെല്ല്. പിള്ളേരുടെ വിചാരം ഗൾഫ് എന്ന് പറഞ്ഞാൽ ഈ കൊല്ലത്തിന്റെ അപ്പുറത്തെങ്ങാണ്ടാന്ന്.